ഹായ്. എൻ്റെ തൊണ്ടേന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. കോൾഡ് മാറിയിട്ടില്ല. എന്നാലും നിങ്ങൾ സ്റ്റോറി കാത്തിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. സ്നേഹഹർഷം ഭാഗം 48. പാച്ചുവിന്റെ ചേട്ടൻ അമീറിന്റെ കൂടെ ഇരിക്കുന്ന പുതുപ്പെണ്ണിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഫാസിജ. എല്ലാവരും ഒരേ സ്വരത്തിൽ ആ പേരുച്ചരിച്ചു. അതെ, ഫാസിജ, ഇതാണ് എല്ലാവർക്കും ഉള്ള എന്റെ സർപ്രൈസ്. പാച്ചു വിളിച്ചു പറഞ്ഞു. അവളാണ് പുതുപ്പെണ്ണ് എന്നത് എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. അവരെ കണ്ടതും അവൾ എണീറ്റ് അവർക്കടുത്തേക്ക് വന്നു. ഹർഷനടുത്തേക്ക് ചെന്ന് ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് അവൾ ചിരിച്ചു. മാഷ് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുപാട് വിഷമിച്ചു കേട്ടോ. അവനൊന്നും പറയാനില്ലാത്ത പോലെ അവളെ നോക്കി ചിരിച്ചു. പിന്നെ സ്നേഹയെ നോക്കി. അവൾ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ നോട്ടം മാറ്റി. പിന്നീട് അവൾ അഭിയുടെ അടുത്തേക്കാണ് പോയത്. നീയും മോശമല്ല അക്കാര്യത്തില്. എത്ര നാളായടാ കണ്ടിട്ട്? നിന്റെ ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. ഈ അടുത്താ ഇവൻ പറഞ്ഞത് നിങ്ങളെല്ലാരും ഒരുമിച്ചുണ്ടെന്ന്. വിശേഷങ്ങളെല്ലാം ഇവൻ പറഞ്ഞു. ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഇവിടുന്ന് പോകുമ്പോ. പിന്നെ ഇപ്പോഴാ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറിയത്. എല്ലാം ഇവൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറഞ്ഞു. ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അവൾ സ്നേഹം പങ്കിട്ടു. ഞാനൊരാൾ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. കുറെ നേരമായി ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോ അമീറിന്റെ വകയായിരുന്നു അത്. അതോടെ എല്ലാരും കൂടി രണ്ടുപേരെയും എടുത്തു പൊക്കി. ആഘോഷങ്ങൾ ആരംഭിച്ചു. എല്ലാ മുഖങ്ങളിലും സന്തോഷം തിരതല്ലി. ഹൽദി ചടങ്ങ് കഴിഞ്ഞ് മുതിർന്നവരൊക്കെ മടങ്ങി. പിന്നെ എല്ലാരും കൂടി ഡാൻസും പാട്ടും ഒക്കെയായി ആ നിമിഷങ്ങൾ കളറാക്കി. നിമിഷങ്ങൾ മാത്രമായിരുന്നില്ല കളറായത്. ഏതാണ്ട് എല്ലാത്തിന്റെയും മുഖത്തും കയ്യിലും ഡ്രസ്സിലും ഒക്കെ മഞ്ഞൾ നിറമായിരുന്നു. ആഘോഷമൊക്കെ ഒതുങ്ങി ക്ഷീണിച്ച് എല്ലാവരും കൂടി സ്റ്റേജിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പുകളിൽ ഇരിക്കുമ്പോഴാണ് സ്നേഹയുടെ മനസ്സിലെ സംശയം പുറത്തേക്കെത്തിയത്. അല്ല, എന്നാൽ ഇതെങ്ങനെ നിങ്ങള് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? എന്താ ഈ കല്യാണത്തിന്റെ പിന്നിലെ കഥ? പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലടോ. എനിക്ക് കല്യാണാലോചനകൾ നടക്കുമ്പോൾ ബ്രോക്കർ അമേരിക്കയുടെ ആലോചന കൊണ്ടുവന്നു. വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കൂടെ ഞങ്ങൾക്ക് ഞങ്ങളെയും. ഫാസിജ അവനെ നോക്കി അവസാന വാചകം പറയുമ്പോൾ അവളുടെ കണ്ണിൽ നക്ഷത്രങ്ങൾ പൂത്തിറങ്ങി. അതെ, അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയം പൂവിടുകയായിരുന്നു. അമീർ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. അത് കണ്ട് അടുത്തിരുന്ന സ്നേഹയുടെ കയ്യിൽ ഹർഷ ഒരു പിച്ചു കൊടുത്തു. അവൾ ഞെട്ടിപ്പിടഞ്ഞ് അവനെ നോക്കി. നമുക്കും വേണ്ടേ ഇതുപോലെ? അവൻ അവളുടെ കാതിൽ രഹസ്യം പോലെ ചോദിച്ചു. എന്ത്? അവൾ കണ്ണുമിഴിച്ചു. അതല്ലടി പെണ്ണേ, ഹൽദി ചടങ്ങ് വേണ്ടെന്നാ ഞാൻ ചോദിച്ചത്. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. ഓ, അത്. അവൾ ശ്വാസം വലിച്ചു വിട്ടു. അതെ, അത് തന്നെ. അല്ലാതെ നീ എന്താ വിചാരിച്ചത്? അവൻ അവളുടെ കണ്ണുകളുടെ പിടപ്പ് ശ്രദ്ധിച്ച് അവളോട് കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഞാൻ എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിച്ചില്ല. മാഷൊന്ന് പോയേ. അവൻ തോളോട് തോൾ ചേർന്നിരിക്കുമ്പോൾ തന്റെ നെഞ്ചെടുപ്പ് കൂടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. എടി പെണ്ണെ, ഇനിയെങ്കിലും നിനക്ക് മാഷ് വിളി നിർത്താറായില്ലേ? അല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? അവൾ ചിന്തയോടെ ചോദിച്ചു. നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നീ എന്നെ എന്താ വിളിച്ചിരുന്നത്? അത് വിളിക്ക്. പിന്നീട് എത്ര തവണ ഞാൻ കൊതിച്ചിട്ടുണ്ടെന്നോ നിന്റെ ആ വിളിയൊന്ന് കേൾക്കാൻ. ആഹാ, ആണോ? എത്ര തവണയാ? എണ്ണം പറ.
അവളുടെ കളിയാക്കൽ കേട്ട് അവൻ പുറകിലൂടെ കൈയിട്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് കൂടുതൽ ചേർത്തു. ഇങ്ങോട്ട് ചേർന്നിരിക്കെ, പറഞ്ഞുതരാം. അവന്റെ കൈകൾ ഇടുപ്പിൽ പതിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അവൾ വെപ്രാളത്തോടെ എല്ലാവരെയും നോക്കി. ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പിലാണ് അവർ രണ്ടാളും എന്നതിനാൽ ഹർഷ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തിരിഞ്ഞു നോക്കിയാൽ പോലും പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല, കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയ ആഘോഷ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതിനാൽ ആരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവന്റെ കൈ വിടുവിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അവൻ കൂടുതൽ ചേർത്ത് പിടിച്ചതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. വർദ്ധിച്ചു വരുന്ന ഹൃദയമിടിപ്പിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്നിരുന്നു. സ്നേഹ ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും ജന്മ തലവഴിയെ പുതച്ച് ഉറക്കം പിടിച്ചിരുന്നു. പകലത്തെ മുഴുവൻ ബഹളങ്ങൾക്കൊടുവിൽ രാത്രിയുടെ മടിത്തട്ടിൽ അവൾ ശാന്തമായി ഉറങ്ങുന്നു. സ്നേഹയും വല്ലാത്ത ക്ഷീണത്തോടെ വന്ന് കിടക്കയിലേക്കിരുന്നു. കിടക്കുന്നതിന് മുൻപ് അല്പം വെള്ളം കുടിക്കുന്നത് ഒരു ശീലമായി പോയതുകൊണ്ട് മേശമേലിരുന്ന ജഗ് കയ്യെത്തിയെടുത്തപ്പോഴാണ് മനസ്സിലായത് അതിൽ വെള്ളമില്ലെന്ന്. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിപ്പോയി വെള്ളം എടുക്കണോ എന്നവൾ സംശയിച്ചു. എന്നാൽ വെള്ളമില്ലെന്ന് കണ്ടതോടെ അവളുടെ ദാഹം ഇരട്ടിച്ചു. ഒടുവിൽ മടിയോടെയാണെങ്കിലും അവൾ ജഗ്ഗുമെടുത്ത് താഴേക്ക് നടന്നു. അടുക്കളയിലെത്തുമ്പോൾ സുഹറ മാമി അവിടെയുണ്ട്. അവളെ കണ്ട് ചിരിയോടെ അവർ അടുത്തേക്ക് വന്നു. ഇത്രയും നേരമായിട്ട് ഉറങ്ങിയില്ലേ മോളെ നീ? രാവിലെ മുതൽ ഓടി നടന്ന് ക്ഷീണിച്ചതല്ലേ? നിന്റെ കൂടെയുള്ള എല്ലാവരും പോത്തുപോലെ ഉറക്കായിട്ടുണ്ടാവുമല്ലോ. ഇനി നാളെയും പരിപാടികളുള്ളതല്ലേ? നീ എന്താ കിടന്നുറങ്ങാതെ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. കയ്യിലിരുന്ന ജഗ് ഉയർത്തി കാണിച്ച് അവൾ പറഞ്ഞു. ഇങ്ങ് നന്നേക്ക്, ഞാൻ വെള്ളം എടുത്തു തരാം. അവർ അവളുടെ കയ്യിൽ നിന്ന് ജഗ് വാങ്ങി തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് അവളുടെ നേർക്ക് നീട്ടി. അവൾ പുഞ്ചിരിയോടെ അത് കൈനീട്ടി വാങ്ങി. ശരി ആൻറ്റി, ഗുഡ് നൈറ്റ്. അവൾ തിരിഞ്ഞു നടന്നു. മോളെ, അവർ വിളിക്കുന്നത് കേട്ട് അവൾ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ആൻറ്റി? അവർ വലത് കൈ അവളുടെ കവിളിലേക്ക് ചേർത്ത് അരുമയായി തഴുകി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൾ കാണാതിരിക്കാൻ മറച്ചു പിടിച്ചെങ്കിലും അവൾ അത് കണ്ടിരുന്നു. എന്താ ആൻറ്റി, എന്തു പറ്റി? ഒന്നുമില്ല മോളെ, മോള് പോയി കിടന്നോ. അവർ കണ്ണീരിനിടയിലൂടെ പുഞ്ചിരിച്ചു. സ്നേഹയ്ക്ക് എന്തോ വല്ലായ്മ തോന്നിയെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോഴാണ് അവൾ കണ്ടത് മെഹ്റു ആൻറ്റി ഭക്ഷണവുമായി പോകുന്ന റൂമിലേക്ക് ഹൈദർ അങ്കിൾ കയറി പോകുന്നു. കൂടെ സ്റ്റെത്തുമായി ഡോക്ടർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളും. അവൾ സംശയത്തോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. ആരാവും അതിനകത്തെന്നറിയാൻ അവൾക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന് ഇത്തിരി നേരം ആലോചിച്ചു നിന്ന ശേഷം രണ്ടും കൽപ്പിച്ച് അവളുടെ കാലുകൾ അങ്ങോട്ട് തന്നെ ചലിച്ചു. അവൾ നടന്ന് റൂമിനടുത്തെത്തുമ്പോഴാണ് അകത്തുനിന്ന് ഹൈദർ പുറത്തേക്കിറങ്ങിയത്. അവളെ കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചു നിന്നു. മുഖത്തെ ഞെട്ടലും വിളർച്ചയും മറച്ചുകൊണ്ട് അയാൾ അവളെ നോക്കി ചിരിച്ചു. മോൾ ഉറങ്ങിയില്ലായിരുന്നോ? ഈ നേരത്തെ എവിടേക്കാ മോളെ പോകുന്നത്? അത് അങ്കിൾ, ഞാൻ അതിനകത്ത് ആരാന്ന്. അവൾ റൂമിനുള്ളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പകുതിയിൽ നിർത്തി. അതിനകത്തുള്ള ആളെ മോൾക്ക് കാണിച്ചു തരാം, ഇപ്പോഴല്ല. ഇവിടുത്തെ തിരക്കും ബഹളങ്ങളും ഒക്കെ ഒന്ന് ഒതുങ്ങട്ടെ. മോളിപ്പോ പോയി ഉറങ്ങിക്കോളൂ. അവൾ റൂമിലെത്തി ബെഡിലേക്ക് കിടന്നെങ്കിലും മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. ആരായിരിക്കും ആ റൂമിലെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. അത് തന്നെ ആലോചിച്ച് കിടന്ന് എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ എണീറ്റ് ഫ്രഷായി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പാച്ചു അങ്ങോട്ട് വന്നത്. നീ എന്താടാ രാവിലെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്? നിന്റെ അച്ചുവേട്ടനെവിടെ? റൂമിലുണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സ്നേഹ ചോദിച്ചിട്ടും അവന്റെ മറുപടി കിട്ടാഞ്ഞിട്ടാണ് മുടി നേരെയാക്കുകയായിരുന്ന അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത്.
രാത്രിയിൽ ഉറങ്ങാത്തതുപോലെ മുഖമാകെ വിളറിയും കണ്ണുകൾ വീങ്ങിയും ചുവന്നും ഇരിക്കുന്നു. അവൾ ചോദിച്ചത് കേട്ടതേയില്ലെന്ന് തോന്നും അവന്റെ നിൽപ്പ് കണ്ടാൽ. ഇമ പോലും ചിമ്മാതെ അവളെ തന്നെ മിഴിച്ചു നോക്കി നിൽപ്പാണവൻ. പേടി കിട്ടിയ മുഖഭാവം. അവളെ നോക്കി നിൽക്കെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ട സ്നേഹ അമ്പരന്നു. അവൾ വേവലാതിയോടെ അവനെ പിടിച്ചു കുലുക്കി. ഡാ, എന്താടാ, എന്തു പറ്റി നിനക്ക്? അപ്പോൾ മാത്രം ബോധം വന്നവനെ പോലെ അവൻ പെട്ടെന്ന് അവളെ ഇറുകെ പുണർന്നു. ഡേ, നിന്റെ ലൈഫിൽ ആരൊക്കെ വന്നാലും പോയാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ ആ പഴയ പാച്ചു തന്നെയാ. നിനക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറുള്ളവൻ. ഒന്നിന്റെ പേരിൽ നീ എന്നെ മാറ്റി നിർത്തല്ലേടി. എന്നോട് മിണ്ടാതിരിക്കല്ലേ, എനിക്കത് താങ്ങാൻ പറ്റില്ലടി. അവൻ പൊട്ടിക്കരച്ചിലിന്റെ അകമ്പടിയോടെ പറഞ്ഞു. അവന്റെ അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റത്തിൽ സ്നേഹ ഞെട്ടിപ്പോയി. ഡാ, എടാ, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വട്ടായോ? ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നത്, നിന്നെ അകറ്റുന്നത്? നീ വട്ട് പറയല്ലേ. നിനക്ക് എന്താ പറ്റിയത്? അവൾ അവന്റെ മുതുകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ അപ്പോഴും അവളെ ഇറുകെ പുണർന്നു നിൽക്കുകയാണ്. ഒന്നിന്റെ പേരിലും അവളെ നഷ്ടപ്പെടുത്താനാവില്ല എന്ന മട്ടിൽ. സ്നേഹ അവനെ ബലമായി തന്നെ പിടിച്ച് അവൾക്ക് അഭിമുഖമായി നിർത്തി. അവന്റെ മുഖം കൈക്കൊമ്പിലെടുത്ത് അലിവോടെ ചോദിച്ചു. എന്താടാ, എന്താ നിനക്ക്? നിനക്ക് തോന്നുന്നുണ്ടോ എന്തിന്റെ പേരിലായാലും നിന്നെ ഞാൻ അകറ്റി നിർത്തുമെന്ന്? നിന്നോട് പിണങ്ങുമെന്നോ അകലുമെന്നോ ഒക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു നിനക്ക്? നീ ആവശ്യമില്ലാതെ ഓരോന്ന് കാടുകയറി ചിന്തിക്കല്ലേ. ശരിക്കും ഇപ്പൊ എന്തുണ്ടായി നീ ഇത്രയും പറയാൻ? ഒന്നുമില്ല. നീ അച്ചോട്ടിനെ കാണാൻ പോകുമല്ലേ? പോയി കണ്ടിട്ട് വാ, റൂമിലുണ്ട്. എനിക്കിത്തിരി ജോലിയുണ്ട്. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങിപ്പോയി. സ്നേഹ ചലനമറ്റ് അവിടെ തന്നെ നിന്നു. തുടരും. ബാക്കിയായിട്ട് നാളെ കാണാട്ടോ. നാളെ ഇതേ സമയം.